ഇസ്രായേൽ ഇറാൻ യുദ്ധം തുടങ്ങിയ സമയത്ത് ഗൾഫ് രാജ്യങ്ങൾക്കെതിരെ പ്രത്യേകിച്ച് UAE-ക്കെതിരായിട്ട് വലിയ ആക്രമണം ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായപ്പോൾ തന്നെ നമ്മൾ പല വീഡിയോകളിലും പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്. വൈകാതെ UAE അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങൾ ഇന്ത്യൻ ആയുധങ്ങൾ വാങ്ങാൻ തീരുമാനിക്കുമെന്നും ഉടനെ തന്നെ കരാറുകളിലേക്ക് കാര്യങ്ങൾ പോകുമെന്നും ഏതാണ്ട് അത് ശരിവയ്ക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ വരുന്നത്. ഗൾഫ് രാജ്യങ്ങളുടെ സുരക്ഷയ്ക്കായിട്ട് ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈലുകളും ആകാശ് തീർ വ്യോമ പ്രതിരോധ ശൃംഖലയും ഉൾപ്പെടെ പ്രമുഖ പ്രതിരോധ സംവിധാനങ്ങൾ എത്തുന്നു എന്നൊരു വാർത്ത വന്നിരിക്കുകയാണ്. ഇങ്ങനെ ഒരു വാർത്ത വരുന്നത് നമ്മുടെ ഏതെങ്കിലും ഓൺലൈൻ മാധ്യമത്തിലല്ല, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നാഷണൽ മാധ്യമങ്ങളെല്ലാം ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. UAE-യുമായിട്ട് വൈകാതെ ഇന്ത്യ ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ, ആകാശ് തീർ വ്യോമ പ്രതിരോധ ശൃംഖല ഉൾപ്പെടെ നിരവധി പ്രതിരോധ സംവിധാനങ്ങൾ ഉൾപ്പെടെ നൽകുന്നതുമായി ബന്ധപ്പെട്ട ഒരു കരാർ ഒപ്പിടുന്നതിനെ കുറിച്ച് തീരുമാനിച്ചിരിക്കുകയാണ്. ഫിലിപ്പൈൻസ്, വിയറ്റ്നാം, ഇന്തോനേഷ്യ, അർമേനിയ തുടങ്ങിയ രാജ്യങ്ങൾക്ക് ശേഷം ഇന്ത്യൻ ആയുധങ്ങൾ ഉപയോഗിക്കാൻ പോകുന്ന രാജ്യങ്ങളിൽ ഒന്നായിട്ട് UAE മാറാൻ പോവാണ്. വിശേഷിച്ച് ബ്രഹ്മോസ് മിസൈൽ സ്വന്തമാക്കുന്ന 4ാമത്തെ വിദേശ രാജ്യമായിട്ട് UAE മാറും. ഇന്ത്യയുടെ കൈവശമുള്ള മികച്ച ആയുധങ്ങളിൽ ഒന്ന് മാത്രമല്ല ബ്രഹ്മോസ്, ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ക്രൂയിസ് മിസൈലുകളിൽ ഒന്നുകൂടിയാണ്. ഈ ഒരു മിസൈല് UAE-യുടെ സുരക്ഷയ്ക്ക് വളരെ അത്യാവശ്യമാണ്. UAE എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങളിലൊന്നാണ്, ഏറ്റവും വലിയ ബിസിനസ് നഗരങ്ങളുള്ള രാജ്യങ്ങളിലൊന്നാണ്, ലോകത്തിലെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള നഗരങ്ങളിലൊന്നായ ദുബായ് അടക്കമുള്ള നഗരങ്ങൾ സ്ഥിതി ചെയ്യുന്ന രാജ്യം കൂടിയാണ് UAE. സോ അവരുടെ ഹൈ വാല്യൂ അസറ്റ്സ് പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉറപ്പായിട്ടും ഏറ്റവും മികച്ച ആയുധങ്ങൾ തന്നെ അവർക്ക് വേണം. സോ ഇത്രയും കാലം US-നെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിരുന്ന UAE പതിയെ ഇന്ത്യൻ ആയുധങ്ങൾ കൂടി പർച്ചേസ് ചെയ്യേണ്ടതിന്റെ ആവശ്യകത മനസ്സിലാക്കിയിരിക്കുകയാണ്. ഇന്ത്യൻ ആയുധങ്ങൾ കേവലം ഉപയോഗിക്കാൻ വേണ്ടി മാത്രമല്ല, യുദ്ധങ്ങൾ ഉണ്ടാകാതിരിക്കാൻ സഹായിക്കുന്ന ഒന്നുകൂടിയാണ്. അതായത് ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈൽ ഉണ്ടെന്നറിഞ്ഞാൽ ശത്രു രാജ്യങ്ങൾ ആക്രമിക്കാൻ മടിക്കുന്ന ഒരു സ്ഥിതി ഇപ്പോൾ ഉണ്ട്. ബ്രഹ്മോസിന്റെയും ആകാശ് തീർ സിസ്റ്റത്തിന്റെയും ഒക്കെ വാല്യൂ എന്താണെന്ന് ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് ലോകം കണ്ടതാണ്. മാത്രമല്ല, ഇന്ത്യയുടെ ആയുധങ്ങൾ കിട്ടിയതിന് ശേഷമാണ് അസർബൈജാന്റെ പത്തി ഒന്ന് താഴ്ന്നത്, അർമേനിയയ്ക്ക് തല ഉയർത്തി നിൽക്കാൻ പറ്റിയത്. ഇന്ത്യയുടെ ആയുധങ്ങൾ കിട്ടിയതോടെയാണ് ഫിലിപ്പൈൻസിന് നെഞ്ചും വിരിച്ച് ചൈനയെ നേരിടാനുള്ള ധൈര്യം വന്നത്. ചൈന അവരുടെ വലിയ ആക്രമണോത്സുകത പ്രകടിപ്പിക്കുന്ന ശൈലിയിൽ മാറ്റം വരുത്തി മെല്ലെ ഒന്ന് ഒതുങ്ങിയത്. ബ്രഹ്മോസ് മിസൈലുകൾ ഫിലിപ്പൈൻസിന് കിട്ടുന്നതിന് മുമ്പ് വരെ നിരന്തരമായിട്ട് സൗത്ത് ചൈന കടലിൽ അനാവശ്യമായിട്ട് ഫിലിപ്പൈൻസിനെ പ്രൊവോക്ക് ചെയ്യുന്ന ഒരു രീതി ചൈനയ്ക്ക് ഉണ്ടായിരുന്നു. ഫിലിപ്പൈൻസിന്റെ കപ്പലുകളൊക്കെ പോവുകയാണെങ്കിൽ ചൈനീസ് കപ്പലുകൾ അതിലേക്ക് വെള്ളം ചീറ്റിക്കുക, കൊണ്ടുവന്ന് ഇടിക്കുക, ഇങ്ങനെയുള്ള പരിപാടിയൊക്കെ അവർ നിരന്തരം ചെയ്യുമായിരുന്നു. എന്നാൽ ഇപ്പോ ഒന്ന് ഇതിനൊക്കെ ശമനം വന്നിട്ടുണ്ട്. സോ ലോകത്തെ പല രാജ്യങ്ങളും തിരിച്ചറിയുന്ന ഒരു യാഥാർത്ഥ്യം, ഇന്ത്യയുടെ ആയുധങ്ങൾ കൈവശമുണ്ടെങ്കിൽ യുദ്ധമുണ്ടാവാനുള്ള സാധ്യത പോലും ഒഴിവാക്കാം എന്നൊരു സാഹചര്യമുണ്ട്. അതേസമയത്ത് നാളെ ഒന്ന് ആലോചിക്കുക, ഇപ്പൊ ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈലുകൾ, ആകാശ് ഡിഫൻസ് സിസ്റ്റം അടക്കമുള്ള ആയുധങ്ങൾ കൈവശമുള്ള UAE-യെ ആക്രമിക്കുന്നതിന് മുമ്പ് പലതവണ ഉറപ്പായും ഇറാൻ ആലോചിക്കുക തന്നെ ചെയ്യും. തിരിച്ചൊരു ബ്രഹ്മോസ് മിസൈല് UAE പ്രയോഗിക്കുകയാണെങ്കിൽ ഇറാനെ എന്ത് സംഭവിക്കുമെന്ന് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല. അത്രയും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാവും. അതിന്റെ രുചി എന്താണെന്ന് പാകിസ്ഥാന് നന്നായിട്ട് അറിയാം. സോ അതാണ് ഇന്ത്യൻ ആയുധങ്ങളുടെ പ്രത്യേകത. എന്തായാലും റോയിട്ടേഴ്സിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ന്യൂഡൽഹിയും അബുദാബിയും തമ്മിലുള്ള ചർച്ചകൾ പ്രാരംഭഘട്ടത്തിലാണെങ്കിലും സമാനതകളില്ലാത്ത വേഗത്തിൽ പുരോഗമിക്കുകയാണ്. പശ്ചിമേഷ്യയിലെ സമീപകാല സംഘർഷങ്ങളുടെയും പ്രാദേശിക സുരക്ഷയെക്കുറിച്ചുള്ള വർദ്ധിച്ചു വരുന്ന ആശങ്കകളുടെയും പശ്ചാത്തലത്തിൽ തങ്ങളുടെ സൈനിക ശേഷി ശക്തിപ്പെടുത്താൻ വേണ്ടി UAE ലക്ഷ്യമിടുന്നുണ്ട്. ബ്രഹ്മോസും ആകാശ് തീറും ഉൾപ്പെടെയുള്ള ഇന്ത്യയുടെ അത്യാധുനിക ആയുധങ്ങൾ UAE വാങ്ങാൻ താല്പര്യം പ്രകടിപ്പിച്ചിരിക്കുകയാണ്. ഇന്ത്യയും UAE-യും തമ്മിലുള്ള ചർച്ചകൾ ഇപ്പോൾ പ്രാരംഭഘട്ടത്തിലാണ്. ഈ വിഷയത്തിൽ നേരിട്ടുള്ള ഒരു ഇൻഫർമേഷൻ തന്നെയാണ് തങ്ങൾക്ക് ലഭിച്ചത് എന്നാണ് റോയിട്ടേഴ്സിന്റെ റിപ്പോർട്ട്. ഇന്ത്യൻ ആർമിയും ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡും ചേർന്ന് വികസിപ്പിച്ചെടുത്ത ഇന്ത്യയുടെ തദ്ദേശീയ ഓട്ടോമേറ്റഡ് വ്യോമ പ്രതിരോധ കമാൻഡ് ആൻഡ് കൺട്രോൾ സംവിധാനമായ ആകാശ് തീർ ഈ കാറ്റഗറിയിൽ തന്നെ ലോകത്തിലെ ഏറ്റവും മികച്ച ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഇതിലും UAE-ക്ക് വലിയ താല്പര്യമുണ്ട്. കഴിഞ്ഞ വർഷത്തെ പാകിസ്ഥാനുമായിട്ടുള്ള സംഘർഷത്തിനിടയിൽ ആകാശ് തീറും ബ്രഹ്മോസും കാഴ്ചവെച്ച മികച്ച പ്രകടനം തന്നെയാണ് UAE-യെ ആകർഷിക്കുന്നത്. ഭാവിയിൽ UAE-ക്ക് നേരെ ഉണ്ടാകാവുന്ന ആക്രമണങ്ങൾ പ്രതിരോധിക്കാൻ ആകാശ് തീറിന് കഴിയുമെന്നാണ് അവർ വിശ്വസിക്കുന്നത്. അതുപോലെ തിരിച്ചടി നൽകാൻ ബ്രഹ്മോസിനും. അതുകൊണ്ട് തന്നെ UAE ഇന്ത്യയുമായിട്ടുള്ള ഡിഫൻസ് ഡീലുമായി മുന്നോട്ട് പോവാണ്. വൈകാതെ കൂടുതൽ ഗൾഫ് രാജ്യങ്ങൾ ഇക്കാര്യത്തിൽ താല്പര്യം പ്രകടിപ്പിക്കാനാണ് സാധ്യത. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.